ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ത്രിഭാഷാ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ രാജ്യത്തുടനീളം വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. മാതൃഭാഷയ്ക്കൊപ്പം തന്നെ ഹിന്ദിയും അടിച്ചേൽപ്പിക്കുന്നതിനെതിരെയാണ് വലിയ വിമർശനവും പ്രതിഷേധവുമൊക്കെ ഉയരുന്നത്. തമിഴ്നാട് ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളൊക്കെ ഈ നീക്കം നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ ത്രിഭാഷാ പദ്ധതി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം പക്ഷേ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒക്കെ ഭാവിയെ തന്നെയാണ് ബാധിക്കാൻ പോകുന്നത്. അതിനെതിരെ ലക്ഷദ്വീപിൽ വലിയ പ്രതിഷേധമുയരുന്നുണ്ട്. ലക്ഷദ്വീപിൽ അറബി മഹൽ ഭാഷകൾ തെരഞ്ഞെടുത്ത് പഠിക്കുന്ന 3000-ലധികം വരുന്ന വിദ്യാർത്ഥികളെയാണ് കേന്ദ്രത്തിന്റെ ഈ നീക്കം ബാധിക്കാൻ പോകുന്നത്. എന്താണ് നിലവിലെ സ്ഥിതി? ഈ ത്രിഭാഷാ പദ്ധതി, ആ നയം ലക്ഷദ്വീപിൽ എങ്ങനെയൊക്കെയാണ് വിദ്യാർത്ഥികളെ പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. മുജീബ് റഹ്മാൻ വിശദീകരിക്കും. ലക്ഷദ്വീപിലെ വിദ്യാഭ്യാസ നയത്തിൽ കാര്യമായ ഒരു മാറ്റം എന്ന നിലയിലാണ് പുതിയ പാഠ്യപദ്ധതിയിൽ നിന്നും അറബി മഹൽ ഭാഷകൾ ഒഴിവാക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നത്. 2020 ദേശീയ ത്രിഭാഷാ നയപ്രകാരം മെയ് 14 ഇപ്പോൾ പുതിയ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. ലക്ഷദ്വീപിലെ വിദ്യാഭ്യാസ ഡയറക്ടർ റാം പത്മകുമാർ ത്രിപാഠിയുടേതായാണ് ഈ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ദ്വീപിലെ വിദ്യാർത്ഥികൾ ഇനി മുതൽ അവരുടെ പാഠ്യപദ്ധതിയിൽ നിന്ന് അറബി മഹൽ ഭാഷകൾ ഉൾപ്പെടുത്തേണ്ടതില്ല, അവർ പഠിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. ഇത് ഈ ഒരു 10-11 വർഷം കൊണ്ട് പൂർണ്ണമായും ദ്വീപിൽ നിന്ന് അറബി മഹൽ ഭാഷകൾ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് എന്ന ആരോപണം ഇതിനകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ദ്വീപിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ലക്ഷദ്വീപിലെ സംസാര ഭാഷയായിട്ട് ജസരി ഭാഷയാണ് നിലവിലുള്ളത്. ഈ ഭാഷയ്ക്ക് ലിപിയില്ല. അതോടൊപ്പം തന്നെ ആ ഭാഷയിൽ ഉൾപ്പെടുന്ന പദങ്ങൾ ഭൂരിഭാഗവും അറബി പദങ്ങളാണ്. അറബി പദങ്ങൾ ചേർന്ന് വരുന്ന ഒരു മലയാള ഭാഷയാണ് ജസരി. അറബി മലയാളമാണ് ആ ഭാഷയുടെ ലിപി. അതുകൊണ്ട് തന്നെ ആ ഭാഷ അവരുടെ ഒരു സ്വത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ സ്വത്വത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് പുതിയ വിദ്യാഭ്യാസ നയവും അതുപോലെ തന്നെ പാഠ്യപദ്ധതിയിലുള്ള ഈ മാറ്റങ്ങളും എന്നുള്ള ആരോപണം നിലവിൽ തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഹൽ ഭാഷ എടുത്തു കളയുന്നത് ലക്ഷദ്വീപിലെ, പ്രത്യേകിച്ച് മിനിക്കോയ് ദ്വീപിലെ പ്രാദേശിക ഭാഷയാണത്, സംസാര ഭാഷയാണത്. അവിടെ മഹൽ ഭാഷയാണ് സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ മഹൽ ഭാഷ എടുത്തു കളയുന്നതോടുകൂടി വലിയ തരത്തിലുള്ളൊരു പ്രതിസന്ധി അവിടെ രൂപപ്പെടും. കാരണം മഹൽ ഭാഷ സംസാരിക്കുന്ന ആളുകളിൽ പലർക്കും മലയാളം കൃത്യമായി അറിയില്ല എന്ന ഒരു പരിമിതി കൂടി ആ ദ്വീപിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വത്വത്തെയും അതുപോലെ തന്നെ അവർ നാളിതുവരെ തുടർന്നു വരുന്ന ഒരു വിദ്യാഭ്യാസ രീതിയെയും കാര്യമായി തന്നെ ബാധിക്കുന്ന ഒരു തീരുമാനമാണ് എന്ന നിലയിലാണ് അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നിരവധി സ്കൂളുകളുണ്ട്. ഒരു ദ്വീപിൽ 2 സ്കൂളുകൾ എന്ന നിലയിൽ തന്നെ വെച്ച് നോക്കിയാൽ ഈ മഹൽ ഭാഷ പഠിപ്പിക്കുന്ന മിനിക്കോയ് ദ്വീപിലെ ഏതാനും സ്കൂളുകൾ, ആ സ്കൂളുകളിലെ പ്രൈമറി ക്ലാസ്സുകളിലാണ് മഹൽ ഭാഷ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ അധ്യാപകരുടെ ജോലി, അതായത് പുതിയ ഒരു അധ്യാപക നിയമനം അവിടെ ഇനി സാധ്യമല്ലാത്ത ഒരു സാഹചര്യം വരും. അറബി ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം പുതിയ അധ്യാപകർക്കുള്ള ജോലി സാധ്യത ഈ ഒരു സംവിധാനത്തോടു കൂടി ഇല്ലാതാകും. ലക്ഷദ്വീപിലെ പൂർണ്ണമായും 100% മുസ്ലിം ജനസംഖ്യ എന്നതോടൊപ്പം തന്നെ അവിടെയുള്ള ആളുകൾ പൂർണ്ണമായും ഷെഡ്യൂൾഡ് ട്രൈബ്സ് വിഭാഗത്തിൽ പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും മറ്റും അധ്യാപക പരിശീലനവും മറ്റും കഴിഞ്ഞു പോകുന്ന B.Ed കഴിഞ്ഞു പോകുന്ന ആളുകൾ, അവർക്ക് അവിടെ തന്നെ ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. ഇനി അത്തരത്തിലുള്ള നിരവധി ആളുകൾ ജോലി സാധ്യത തേടിക്കൊണ്ട് കാത്തിരിപ്പാണ്. അവരുടെ ജോലി സാധ്യത കൂടി ഇതോടുകൂടി മങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനേക്കാൾ അപ്പുറം ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വത്വവുമായി ബന്ധപ്പെട്ട 2 ഭാഷകളാണ് പൂർണ്ണമായി ഈ വിദ്യാഭ്യാസ സംവിധാനത്തിൽ നിന്നും ഇല്ലാതാവുന്നത് എന്നതാണ് അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി. ലക്ഷദ്വീപ് MP ഹംദുള്ള സയ്യിദ് ഇത് സംബന്ധമായി ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടിയാണ് ഇതെന്ന് ചൂണ്ടിക്കാണിക്കുകയും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ കോട പട്ടേലിന് ഇത് സംബന്ധമായ ഒരു പരാതി അദ്ദേഹം നേരിട്ട് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ദ്വീപിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, സാമൂഹിക പ്രവർത്തകരെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി അതുപോലെ തന്നെ നിയമപരമായും ഇതിനെ ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോഴുള്ളത്. ദ്വീപിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരെല്ലാം തന്നെ വലിയ തരത്തിലുള്ള ആശങ്കയിലേക്ക് ഈ കാര്യങ്ങൾ പോയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം തന്നെ ലക്ഷദ്വീപിൽ നിന്ന് കേരള സിലബസിലുള്ള ഇംഗ്ലീഷ് മീഡിയം പാഠ്യപദ്ധതി എടുത്തൊഴിവാക്കിയിരുന്നു. CBSE ഇംഗ്ലീഷ് മീഡിയം പാഠ്യപദ്ധതിയാണ് പിന്നീട് അവിടെ അവശേഷിക്കുന്നത്. ഇപ്പോൾ ഈ ദേശീയ ത്രിഭാഷാ നയം വെച്ചുകൊണ്ട് തന്നെ ഈ അറബി മഹൽ ഭാഷകൾ ഒഴിവാക്കുന്നതോടുകൂടി ഇനി ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഭാഷകൾ മാത്രമായിരിക്കും ലക്ഷദ്വീപിലെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ഭാഷകളായിട്ട് അവശേഷിക്കുക. എന്തായാലും വലിയ രീതിയിൽ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ അവിടെ അറബിയൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരെയും ഈ തീരുമാനം വലിയ രീതിയിൽ തന്നെ ബാധിക്കും. പക്ഷേ ഇതിൽ എത്രത്തോളം പ്രതിഷേധമുണ്ടായാലും ഈ തീരുമാനത്തിൽ നിന്ന്, ഇത് നടപ്പാക്കുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോകുമോ എന്ന് തന്നെയാണ് ചോദ്യം.